കൈലിയാട് എലിയപ്പറ്റ ചളവറ മുണ്ടക്കൂട്ടുകുറിച്ചി റോഡുകളുടെ തകർച്ച പരിഹരിക്കാത്തതിൽ പ്രതിഷേധവുമായി ബിജെപി. ചളവറ സെന്ററിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തിങ്കളാഴ്ച റോഡ് ഉപരോധിച്ചു. ബിജെപി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ ഉപരോധം ഉദ്ഘാടനം ചെയ്തു. റോഡ് ഉപരോധം അല്പസമയങ്ങൾക്കുള്ളിൽ ചളവറ പഞ്ചായത്ത് ഓഫീസിന് തൊട്ട് മുന്നിൽ വെച്ച് നടക്കുന്നു. ബിജെപിയുടെ പാലക്കാട് വെസ്റ്റ് ജില്ലയുടെ ആരാധ്യനായിട്ടുള്ള പ്രസിഡന്റ് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും സഹകരണം. ചളവറ പഞ്ചായത്തിലെ പ്രധാന റോഡുകളായ കൈലിയാട് എലിയപ്പറ്റ ചളവറ മുണ്ടക്കൂട്ടുകുറിച്ചി റോഡുകളുടെ തകർച്ചയിൽ പ്രതിഷേധിച്ചാണ് ബിജെപി ചളവറ സെന്ററിൽ റോഡ് ഉപരോധിച്ചത്. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിൽ യാത്ര ദുരിതപൂർണമാണെന്ന് ആരോപിച്ചായിരുന്നു സമരം. ചളവറ പഞ്ചായത്ത്, ഹൈസ്കൂൾ, കൃഷിഭവൻ, കനറ ബാങ്ക് തുടങ്ങി സർക്കാരേതര സ്ഥാപനങ്ങളിലേക്കെല്ലാം ആളുകൾ എത്തിപ്പെടാൻ ആശ്രയിക്കുന്ന റോഡുകളാണ് ഇതെന്നും തകർച്ച മൂലം ഈ റോഡുകളിൽ അപകടങ്ങൾ പതിവായിരിക്കുകയാണെന്നും ബിജെപി നേതാക്കൾ ആരോപിച്ചു. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് പഞ്ചായത്ത് ഭരിക്കുന്നവർ സ്വീകരിക്കുന്നതെങ്കിൽ ഇവരെ താഴെയിറക്കാൻ ബിജെപിയുടെ മെമ്പർ വിചാരിച്ചാൽ സാധിക്കുമെന്ന കാര്യം മറന്നുപോകരുതെന്ന് ഉപരോധം ഉദ്ഘാടനം ചെയ്ത ബിജെപി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ പറഞ്ഞു. ഇതുകൊണ്ട് പൊതുമരാമത്തിന്റെ വകുപ്പിന്റെയോ പഞ്ചായത്തിന്റെയോ ബ്ലോക്ക് പഞ്ചായത്തിന്റെയോ ഏത് വകുപ്പിന്റെയാണെന്നും ജനങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. ജനങ്ങൾക്ക് നല്ല റോഡ് വേണം, നടക്കാനും വാഹന ഗതാഗതത്തിനും പറ്റിയ റോഡ് വേണം. ഏറ്റവും ഇവിടെ അടുത്ത സ്കൂളൊക്കെ ഉള്ളതാണ്. സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്ന സമയത്ത് നല്ലൊരു മഴയാണെങ്കിൽ അവർ നടന്നു പോവുകയാണെങ്കിൽ എങ്ങോട്ടാ അവർ മാറി നിൽക്കുക? വാഹനത്തിൽ പോവുകയാണെങ്കിൽ തന്നെ സ്ഥിതിവിശേഷം എന്താണ്? ഇത് കണ്ടിട്ട് ഈ ഭരിക്കുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണ് ഒരു ഭരണം എന്നവർ ചിന്തിക്കാൻ കാരണം? ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബിജെപിക്ക് പ്രതികരിക്കേണ്ടതല്ല ആവശ്യമുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഒരു മെമ്പറുണ്ട്. ഇവിടുത്തെ ജനങ്ങള് ആ മെമ്പറെ വിജയിപ്പിച്ചിട്ടുള്ളത് നിങ്ങളുടെ പേക്കൂത്ത് കാണാൻ വേണ്ടിയിട്ടല്ല. ഞങ്ങൾ ശരിയായി പ്രതികരിച്ചാൽ പഞ്ചായത്തിന് ഭരണം താഴെ പോകുമെന്ന് ഭരിക്കുന്ന ആളുകൾക്ക് അറിയാം. ഞങ്ങളുടെ നിഷ്പക്ഷമായുള്ള നിലപാട്, ആ നിഷ്പക്ഷമായുള്ള നിലപാട് ഇടതിനോടും വലതിനോടും തുല്യ സമീപനമായതുകൊണ്ട് നിഷ്പക്ഷമായുള്ള സമീപനമാണ് ഞങ്ങൾ എടുക്കുന്നത്. അത് ഒരു പരാജയമായിട്ട് കാണരുത് എന്നാണ് ഇവിടുത്തെ UDFന്റെ ഭരണസമിതിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ബിജെപി പാലക്കാട് മേഖലാ ഉപാധ്യക്ഷൻ KV ജയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് VB മുരളീധരൻ, ചളവറ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വേലുദാസ്, K സുരേഷ് കുമാർ, ശ്രീനിവാസൻ, സന്തോഷ് കുമാർ, വിപിൻ ദാസ്, മണികണ്ഠൻ, ഉണ്ണികൃഷ്ണൻ, സുധീഷ്, വിജേഷ്, രജീഷ് VP, സുരേഷ് ബാബു, ബാലകൃഷ്ണൻ, മോഹൻദാസ്, പ്രകാശൻ, വിഷ്ണു, സമ്പത്ത്, ഗോപിനാഥൻ, കൃഷ്ണകുമാർ എന്നിവർ നേതൃത്വം നൽകി. ഇത് സൂചനാ സമരം മാത്രമാണെന്നും വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഹർത്താൽ ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികളുമായി ബിജെപി രംഗത്തിറങ്ങുമെന്നും സമരത്തിന് നേതൃത്വം നൽകിയ KV ജയൻ പറഞ്ഞു. ചളവറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 റോഡുകളാണ് കൈലിയാട് എലിയപ്പറ്റ റോഡ്, അതുപോലെ മുണ്ടക്കൂട്ടുകുറിച്ചി ചളവറ റോഡ്. ഈ ചളവറയിലെ ഹൈസ്കൂളിലേക്ക് വരാൻ, ബാങ്കിലേക്ക് വരാൻ, പഞ്ചായത്തിലേക്ക് വരാൻ, കൃഷിഭവനിലേക്ക് വരാൻ ഈ ചളവറയിലെ മഹാഭൂരിപക്ഷം ആളുകളും ആശ്രയിക്കുന്ന 2 റോഡുകളാണ്. ഈ 2 റോഡുകളും തകർന്ന് തരിപ്പണമായി കിടക്കുക. ഈ 2 റോഡുകളിലൂടെ വാഹന ഗതാഗതം വളരെ വൈഷമ്യമേറിയതാണ്. ഈ ചളവറ മുണ്ടക്കൂട്ടുകുറിച്ചി റോഡിൽ എത്രയോ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നു. 100 കണക്കിന് കുഞ്ഞുങ്ങളാണ് ഈ സ്കൂളിലേക്ക് വാഹനങ്ങളിൽ കടന്നു വരുന്നത്. അതുപോലെ കൈലിയാട് എലിയപ്പറ്റ റോഡിലൂടെ 100 കണക്കിന് വാഹനങ്ങളാണ് കടന്നു പോകേണ്ടത്. അപ്പോൾ ഈ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിൽ ഇതിനു മുമ്പ് ഭരിച്ച ഗവൺമെൻറ്റും ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ്റുകളും തുല്യ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ചളവറയിലെ റോഡുകൾ തകർച്ചകൾ അത് പരിഹരിച്ചുകൊണ്ട് വാഹന ഗതാഗതം സുഗമമാക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. ഇന്ന് നടത്തിയതൊരു സൂചനാ സമരം മാത്രമാണ്. ഈ സൂചനാ സമരം കണ്ട് പഠിച്ചില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ പഞ്ചായത്ത് ഹർത്താൽ അടക്കമുള്ള വലിയ സമരങ്ങളിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു